തന്റെ ഭാവി കണക്കിലെടുത്താണ് തൃക്കാക്കരയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഖിൽ മാരാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃക്കാക്കരയിൽ ഇത്തവണ ജനങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൊതുവെ UDF മണ്ഡലം എന്നറിയപ്പെടുന്ന തൃക്കാക്കരയിൽ 2020ക്കും വലിയ സാധ്യതയാണുള്ളത്. എന്തായാലും ഇത്തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും 2020 നിയോഗിച്ചിരിക്കുന്നതും അഖിൽ മാരാരെയാണ്. അഖിൽ, തൃക്കാക്കരയാണ് എങ്ങനെ കാണും? എല്ലാ മണ്ഡലവും കാണുന്ന പോലെ തന്നെ തൃക്കാക്കര കാണാം. പിന്നെ തൃക്കാക്കരയിൽ എനിക്കൊരു അഡീഷണൽ സന്തോഷമുള്ളത്, ഞാൻ 4 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. കൊട്ടാരക്കര പോലെ തന്നെ ഇന്ന് എനിക്ക് പ്രിയപ്പെട്ടൊരു മണ്ഡലമാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ഒരു കാലത്ത് ആത്മഹത്യയുടെ വക്കീൽ നാട് വിട്ട് കൊച്ചിക്ക് വരുന്ന സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തി ഇന്നത്തെ ഒരു അഖിലാക്കി മാറ്റാനും ഒരുപക്ഷെ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കാനൊക്കെ പ്രാപ്തനാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇനി ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊരു നിയോഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കണക്കൂട്ടൽ? അല്ല, അധികം കണക്കുകൂട്ടലുകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും പ്രദേശത്തിരുന്ന് ഒരു സാധാരണക്കാരൻ തൃക്കാക്കരയിൽ നിന്ന് ചിന്തിക്കുകയാണ്, അഖിൽ മാരാർക്ക് ഇവിടെ ജയസാധ്യതയില്ല, ഇവിടെ UDFന്റെ കോട്ടയാണ്, പക്ഷെ ഞാനൊരു വോട്ട് അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അയാളുടെ മാത്രം ചിന്തയാണ്, ഇത് ആരും അറിയത്തില്ല. ഇതേപോലെ ഒരു 40-45,000 പേർ പുതുതായി ചിന്തിച്ചാൽ എന്ത് കണക്കായിരിക്കും സംഭവിക്കാൻ പോവുക? പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സിലെ ചിന്ത അവൻ മാത്രം സൂക്ഷിക്കുകയും ഇതെന്താണെന്ന് മാധ്യമങ്ങൾ അറിയാതിരിക്കുകയും മറ്റുള്ള ആരും അറിയാതിരിക്കുകയും ഇത് ഈ ബാലറ്റ് ദിവസം മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാവുകയും ചെയ്താൽ ഇവിടെ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും അല്ലെങ്കിൽ ആ മെയ് 9-ാം തീയതി ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കണക്കുകളുടെ അത്ഭുതങ്ങൾ അറിയാൻ പോകുന്നത്. തൃപ്പൂണിത്തുറയെക്കാട്ടി സാധ്യത ഞാൻ തൃക്കാക്കര കാണുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ തൃക്കാക്കര എന്ന് പറയുന്നത്. ഇവിടുത്തെ മണ്ഡലത്തിലുള്ള ജനങ്ങൾ വോട്ടർമാരെക്കാട്ടിയും കൂടുതൽ പുറത്തുനിന്ന് ഒരു 40,000-40,000 ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ജനത നിലവിൽ ഇവർ വോട്ട് ഒരുപക്ഷെ ഇവിടെ ചേർത്തിട്ടുണ്ടാവില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം ഇവർ ഉറപ്പായിട്ട് ഇവിടെ വോട്ട് ചേർക്കും. അവർക്ക് ഈ നാട്ടിൽ ഈ തൃക്കാക്കരയിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവർ കൂടി ആഗ്രഹിക്കും. കാര്യം ഇവിടുത്തെ വോട്ടർമാരെക്കാളും കൂടുതലും ആവശ്യങ്ങളുള്ള ഒരു വലിയ വിഭാഗം ജനത കൂടി ഇവിടെ ഉണ്ട്. അപ്പം ഇവിടുത്തെ വോട്ടർമാർ എന്നെ സ്വീകരിക്കുകയും ഇവിടെ വരുന്ന ജനത സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ വലിയ മാറ്റങ്ങൾ ഇനി വരുന്ന കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതാണ് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാൾ ഉപരി താമസിക്കുന്ന പ്രദേശം, സിനിമാ മേഖല കേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശം, സ്പോർട്സ് കേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശം, ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് ഈ മേഖലയിൽ പുതിയ കുട്ടികൾ വന്നാലോ അവരെ സഹായിക്കാനോ ഇനി സിനിമാ മേഖലയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ ഒക്കെ കിട്ടുന്നൊരവസരമാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് അവർക്കൊരാവശ്യം വന്നാൽ അവർക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് സംസാരിക്കാം. സ്പോർട്സുമായി ബന്ധപ്പെട്ട് എത്രയോ കുട്ടികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പലവിധ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാം. ഈ നാട്ടിലെ ജനതയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കാം. ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് തൃക്കാക്കരയിലുള്ളത്. എന്തായാലും അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഭാവി കൂടി മുൻനിർത്തിയാണ് ഈ തൃക്കാക്കര മണ്ഡലം തെരഞ്ഞെടുത്തതെന്നാണ്.